അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേട്ടുകഴിഞ്ഞാൽ മനസ്സിന് വല്ലാതെ പ്രയാസമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്ന് കേൾക്കാൻ സാധിച്ചത്. മകളുടെ വിവാഹത്തിൻ്റെ ആവശ്യമായിട്ട് വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരികയായിരുന്നു അബ്ദുസത്താർ സാഹിബ്. ICFൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ മകളുടെ വിവാഹത്തിനായി വിദേശത്തു നിന്ന് വരുന്നതിനിടെയാണ് വാഹനാപകടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും മരണപ്പെടുന്നത്. വള്ളിക്കുന്നം പള്ളിക്കുറ്റി താളിരാടി വെങ്ങോലേത്ത് വിളയിൽ 52 വയസ്സ് പ്രായമുള്ള അബ്ദുസത്താർ എന്ന് പറയുന്ന സഹോദരനും 20 വയസ്സ് പ്രായമുള്ള ആലിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളുമാണ് മരണപ്പെട്ടത്. ദേശീയപാതയിൽ കരുവാറ്റ KV ജെട്ടി ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു തമിഴ്നാട് ലോറിക്ക് പിന്നിൽ ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറ് ഇടിച്ചു കയറുകയായിരുന്നു. തൻ്റെ മകളായ ആലിയയുടെ വിവാഹത്തിനായി ഗൾഫിൽ നിന്നും വരുന്ന സത്താറിനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയാണ് ഹരിപ്പാട് വെച്ച് ഈ അപകടം സംഭവിക്കുന്നത്. കാറിലുണ്ടായിരുന്ന ബന്ധുക്കളും ഡ്രൈവറുമടക്കം മറ്റു 4 പേർക്ക് നിസ്സാരമായി പരിക്കേറ്റുകൊണ്ട് രക്ഷപ്പെട്ടു. സൗദി തുക്കുബ ICF സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. മകളുടെ ജനാസ വണ്ടാനം മെഡിക്കൽ കോളേജിലും സത്താർ ഹാജിയുടേത് പരുമല ഹോസ്പിറ്റലിലുമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി കാഞ്ഞിരപ്പുഴ പള്ളിക്കുറ്റി ജമാഅത്തിൽ ഖബറടക്കം ചെയ്യും. എത്ര പ്രയാസകരമായ ഒരു വാർത്തയാണിത്. എന്തെല്ലാം സ്വപ്നങ്ങളുമായി നാട്ടിലേക്കെത്തിയ മനുഷ്യനാണ് അദ്ദേഹം. സ്വന്തം മകളുടെ വിവാഹം നടത്തിക്കൊടുക്കുവാനും അത് കാണുവാനും ആ മനുഷ്യൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാകും, എത്രമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ടാകും. ഒരുങ്ങിച്ചമഞ്ഞ് മണവാട്ടിയായി വേദിയിൽ കയറേണ്ട പൊന്നുമകൾ ഇപ്പോൾ വെള്ളത്തുണിയിൽ ചുറ്റിക്കൊണ്ട് ഖബറിലേക്ക് പോകുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ തടുക്കാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നാം എല്ലാവരും നേരിടേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും മകൾക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള വാഹന അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.